ഒരു 19 വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ 40 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക, 50 വയസ്സുള്ള സ്ത്രീയെ വിവാഹം, ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയാമോ? താങ്കളുടെ ബ്രദർ, താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു, കല്യാണം കഴിച്ചു. എന്തൊരു ശുദ്ധ വീട്ടിത്തരമാണത്, എന്തൊരു അസംബന്ധമാണ്. ഈ അബ്സേർഡ് അല്ലേ? എന്റെ വീട്ടിലുള്ള ആൾക്കാരെ എന്തിനാ ശാരീരികത്തിലായി? ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിബിദ്ധം മാത്രമാണ്, അവളുടെ മാംസത്തോട് തോന്നുന്ന ഇഷ്ടം മാത്രമാണ്. ഒരാളെക്കാളും പ്രായമുള്ള സ്ത്രീ ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നത് ഓക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ അഭിപ്രായം നല്ലേ പറയാൻ പറ്റൂ. ഡോക്ടർക്ക് നിലപാടില്ല, ദാറ്റ്സ് യുവർ പ്രോബ്ലം. സൈക്കോളജിയാണോ ചെയ്യുന്നത്? രണ്ടു വെള്ളത്തെ ചവിട്ടിയാണോ സൈക്കോളജി സഞ്ചരിക്കുന്നത്? ശാരികയുടെ ഈ ഒച്ച ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദേഷ്യപ്പെടും, ഒന്ന് ഒച്ചയിട്ട് സംസാരിക്കാൻ ജസ്റ്റ് ഇറങ്ങിപ്പോകൂ. ശാരിക പ്രായത്തിന് മൂത്ത കല്യാണം കഴിക്കുന്ന എല്ലാവരോടും പോയിട്ട് പറയും ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. പോരെ, അത് അവരനുഭവിക്കട്ടെ. ഞാൻ ഇതിനെ പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അവർക്ക് കേൾക്കാം, കൊള്ളാം, തള്ളാം. ഡോക്ടർ കള്ളം പറയുന്നു. ഡോക്ടർ ഇസ് ലൈങ്. ഡോക്ടർ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. ഡോക്ടർ പറയും, ഡോക്ടർ അതിനൊന്നും ഓക്കെ അല്ല. എന്റെ കണ്ണിൽ എന്തെങ്കിലും എഴുതുന്ന ഐ ക്യാൻ സീ, ഐ ക്യാൻ റീഡ് ഇറ്റ്. നിങ്ങളുടെ വിചാരം നിങ്ങൾ മാത്രം വലിയ ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ വായിക്കാൻ സാധിക്കത്തുള്ളൂ, കാണാൻ സാധിക്കും. നിങ്ങളുടെ മുഖത്തിന്റെ മറ്റൊരു മുഖം എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 20s ഏർലി 20s മിഡ് 20s ഉള്ള ഒരു പയ്യന് ഒരു 55 വയസ്സുകാരി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ സ്വത്തോ അവളുടെ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഒക്കെ മുൻനിർത്തി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന് മറ്റേത് കൂടിയിട്ട്, അതായത് വികാര വിക്ഷുബ്ധത കൂടിയിട്ട് ചെയ്യുന്നത്. ഐ മീൻ വികാര വിക്ഷുബ്ധത. ഹാവ് യു fallen in love with someone? നോ. അതാണ് പ്രശ്നം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശ. ഞാൻ ശാരിക. ഞാൻ ഡോക്ടർ ഗായത്രി. സ്വാഗതം. ഡോക്ടർക്ക് ടോപ്പിക് സെലക്ട് ചെയ്യാം. തന്നെക്കാൾ പ്രായമുള്ള സ്ത്രീയെ പുരുഷൻ വിവാഹം കഴിക്കുന്നത് ശരിയോ? ശരിയോ തെറ്റോ? എന്റെ മറുപടി വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത് ശരിയായ ഒരു മറുപടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ കൃത്യമായ മറുപടി ഉണ്ടായിട്ട് ഇത് മാത്രം എന്താ ഡോക്ടർ ഒരുമാതിരി അവരോരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്? ഡോക്ടർക്ക് അതിനകത്ത് സ്വന്തമായിട്ട് അഭിപ്രായം ഒന്നുമില്ലേ? അല്ല, ഒരാൾക്ക് അയാളെക്കാളും പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ, ആണുങ്ങളുടെ കാര്യമാണല്ലോ നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നത്, പ്രായം കൂടിയ ഒരു സ്ത്രീയെ നമ്മൾ അതിനകത്ത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു, അതിനൊരു ഉത്തരം ഡോക്ടർ പറഞ്ഞേ പറ്റൂ. അല്ല, ശരിയോ തെറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നിന്ന് വെച്ചോളൂ, പ്രായം കൂടുതൽ ഒരാളോട് ഇഷ്ടം തോന്നിന്ന് വെച്ചോ. ഇപ്പൊ ഒരുപാട് കപ്പിൾസ് ഉണ്ടല്ലോ അങ്ങനെ. ഡോക്ടറുടെ ഒരു മകനാണ് അത് ചെയ്യുന്നെങ്കിൽ ഡോക്ടർക്ക് മകനോടൊന്ന് വിചാരിക്കുക. I am perfectly fine if that's my son's choice. I am perfectly fine. Okay. I am not a parent who would എന്താ പറയാ go and tell my son what to do. ഡോക്ടർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താ ഡോക്ടർ പ്രശ്നം? അത് അവരുടെ മാത്രം പെർസ്പെക്റ്റീവ് ആണെന്ന് കരുതി ഡോക്ടർ. അതാണ് എന്റെ ആൻസർ. ഞാൻ ആ ആൻസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഡോക്ടർ കള്ളം പറയുന്നു. ഡോക്ടർ ഇസ് ലൈങ്. ഡോക്ടർ കണ്ണുകൾ കണ്ടാൽ തന്നെ അറിയാം. ഡോക്ടർ പറയും, ഡോക്ടർ അതിനൊന്നും ഓക്കെ അല്ല. എന്റെ കണ്ണിൽ എന്തെങ്കിലും എഴുതുന്ന ഐ ക്യാൻ സീ, ഐ ക്യാൻ റീഡ് ഇറ്റ്. നിങ്ങളുടെ വിചാരം നിങ്ങൾ മാത്രം വലിയ ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ വായിക്കാൻ സാധിക്കത്തുള്ളൂ, കാണാൻ സാധിക്കും. നിങ്ങളുടെ മുഖത്തിന്റെ മറ്റൊരു മുഖം എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ശാരികയ്ക്ക് ഗ്രേറ്റ് സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ശാരിക പഠിച്ചിട്ട് സ്പെഷ്യലൈസ് ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സൈക്കോളജി പഠിക്കുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആകുന്നത്. വെരി സിമ്പിൾ. ദിസ് ഇസ് വെരി ന്യൂ ടു ദി എൻറ്റയർ ഫ്രാറ്റേണിറ്റി. ശരി, എന്താണെങ്കിലും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ശാരിക പേഷ്യൻസിനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പേഷ്യൻസിനോടും ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് അവരുടെ എന്റെ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പണ്ടേ നോർമൽ ആയിട്ട് പുറത്തിറങ്ങി പൊളിയായി മാറും. ഞാനാണ് സൈക്കോളജി നിങ്ങളുടെ സ്ഥാനത്തേക്ക്. നിങ്ങളൊക്കെ മറ്റേ ശാരികയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശാരികയ്ക്ക് ഞാൻ എന്ന സൈക്കോളജിസ്റ്റിനെ കുറിച്ചോ എന്റെ ഫേമിനെ കുറിച്ചോ എന്താണ് അറിയുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. You are being very judgmental. No, I am not judgmental. You are judgmental. ഡോക്ടറെ ജഡ്ജ് ചെയ്തിട്ടില്ല. ഡോക്ടറുടെ കറന്റ് സെനാരിയോ, അത് കറക്റ്റ് പെരുമാറ്റം വെച്ചിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ ലിവിംഗ് ഇൻ ദ ലൈവിലാണ്. ഞാൻ ലൈവിലാണ് ജീവിക്കുന്നത്. ഞാൻ പ്രസന്റിലോ ഈ പറയുന്ന പോലെ പാസ്റ്റോ അല്ല ജീവിക്കുന്നത്. പക്ഷെ ഡോക്ടർ അങ്ങനെയല്ല. ഡോക്ടർ ഹിസ്റ്ററി തുടങ്ങും എന്തെങ്കിലും ചോദിച്ചു കൃത്യം ആൻസർ ചെയ്യും. തോന്നുമ്പോ ഒച്ചെടുക്കുക, മാത്രമല്ലേ നിപ്പോളൂ. എന്തിനാണ് പേടിക്കുക? Can you lower down your voice a little bit? ഡോക്ടർക്ക് സൗണ്ടിനെ പേടിയുണ്ട്. സംതിങ് റോങ് വിത്ത് ഞാൻ നേരത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞു. ഡോക്ടർ യു ഷുഡ് കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. ശാരികയുടെ ഈ ഒച്ച ഇത് കേട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ മറ്റേ നമ്മുടെ ഏതൊരു സിനിമ എന്നിട്ട് പറഞ്ഞല്ലോ, തൊട്ടടുത്ത് ഇനി മൈക്കോ വല്ല അമ്പലപ്പാട്ടോ പള്ളിപ്പാട്ടോ കൊണ്ടുവച്ച് ഡോക്ടർ ഓടുമല്ലോ. അല്ല, ശാരികയുടെ ഇങ്ങനെ ഹൈ വോളിയം പ്രശ്നമുണ്ടോ? കാറിൽ മ്യൂസിക് ഒന്നും വെക്കത്തില്ലേ? ബാസ് പ്രശ്നമാണോ? ശാരികയുടെ ഒച്ച ഈ അമ്പലപ്പാട്ടും പള്ളിപ്പാട്ടും ഒക്കെ പോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമോ അപ്പൊ അവിടെ ചെന്ന്? അപ്പൊ നിങ്ങളുടെ പ്രശ്നമാണ്.
ഈ സൗണ്ട് എന്റെ പ്രശ്നമല്ല, എന്റെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ആണ്. ആരും അങ്ങ് ദൂരെ നിന്നാ പോലും എന്റെ സൗണ്ട്. ശാരിക ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യം വരുന്നുണ്ടല്ലോ ശാരിക ദേഷ്യം ഉണ്ടെന്ന് സമ്മതിക്കും ഡോക്ടറെ, കൂളല്ലെന്ന് സമ്മതിക്കേ. ശാരിക ഈ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്ക് ഡോക്ടറാണ് ബന്ധമില്ലാതെ സംസാരിക്കുന്നത്. അപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഡോക്ടർക്ക് കിട്ടുന്നപ്പോൾ ഡോക്ടറുടെ കൈ കിട്ടിയിരുന്നു പറയുക, അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അതിനല്ലല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അവരുടെ പെർസ്പെക്റ്റീവ് ഇതിൽ എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റൂ. ഇങ്ങനൊന്നും അല്ലല്ലോ നേരത്തെ ഡോക്ടറുടെ മുഖത്ത് കണ്ടത്. എന്റെ മുഖത്ത് എന്ത് കണ്ടു? ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇത് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ആയിട്ടാണല്ലോ ഫീൽ ചെയ്തത്. നേരത്തെ ഡോക്ടർ ഈ ടോപ്പിക് കണ്ടപ്പോ തന്നെ ഡോക്ടർ മുഖമൊക്കെ വിവരണമായി. അത് ശാരികയ്ക്ക് വെറുതെ തോന്നുന്നതാ. ശാരികയ്ക്ക് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ജെന്യൂൻ ആയിട്ട് ചെയ്യണേ, ചുമ്മാ അഭിനയിക്കും. എന്റെ മുമ്പിൽ അഭിനയിക്കാതിരിക്കും. നമ്മൾ തമ്മിൽ ഓക്കെ പറഞ്ഞോണ്ടൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ ഇട്ട് ഓക്കെ ഫൈൻ. അതല്ലാതെ അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാരികയ്ക്ക് പല രീതിയിലുള്ള തോന്നലുകളും ശബ്ദങ്ങളും പല ഇങ്ങനെ വിചാരങ്ങളൊക്കെ ഉണ്ടാവും. അതിന് എനിക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ വിചാരങ്ങളും വികാരങ്ങളും ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല ശാരിക എന്താ ഈ കഴിഞ്ഞ ഇന്റർവ്യൂലാണെങ്കിലും ഇതിന് ഡോക്ടർക്ക് നിലപാടില്ല. ദാറ്റ്സ് യുവർ പ്രോബ്ലം. അല്ല, ഒരാളെക്കാളും പ്രായമുള്ള സ്ത്രീ ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നത് ഓക്കെയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അവരുടെ അഭിപ്രായം നല്ലേ പറയാൻ പറ്റൂ. എനിക്കിപ്പോ സച്ചിൻ തെണ്ടുൽക്കർ അഞ്ജലിയെ കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ തെണ്ടുൽക്കർ ഫെൽ ഇൻ ലവ് വിത്ത് അഞ്ജലി. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഈ സമൂഹത്തിന് ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ശാരിക, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. ആർക്ക് ആരോടാണ് ഇഷ്ടം തോന്നുന്നത്. സി, മാരേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ലോട്ടറിയാണ്. മനസ്സിലായോ? ഡിപ്പെൻസ്. ഫോർ സം പീപ്പിൾ ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ, ഫോർ സം പീപ്പിൾ ഇറ്റ് മേ നോട്ട് ബി സക്സസ്ഫുൾ. അപ്പോൾ പ്രായം കൂടുതൽ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരും ഉണ്ട്. ഭാവിയിൽ അത് ആലോചിച്ചിട്ട് റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ലൈഫ് ഇസ് ഫുൾ ഓഫ് റിഗ്രറ്റ്സ് ആൻഡ് ചോയ്സസ് അല്ലേ? അപ്പം എന്റെ അഭിപ്രായത്തിൽ അത് ഒരാളുടെ വ്യക്തിപരമായ ചോയ്സ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഡോക്ടർക്ക് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ല. ഡോക്ടർ മറ്റുള്ള അഭിപ്രായമാണ് എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം എന്ന് പറയാം. സത്യത്തിൽ ശുദ്ധ മൂഢത്തരമാണ് ഈ ഏറ്റവും പ്രായമുള്ള സ്ത്രീകളെ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 10-15 ഡിഫറൻസ്, ഏജ് ഡിഫറൻസിൽ ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡിങ് ആണല്ലോ യൂട്യൂബ്. ഇപ്പൊ മിക്ക യൂട്യൂബ് കപ്പിൾസിനെയൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരു 19 വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ 40 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക, 50 വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുക. ഇവന്റെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയാവോ? ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം പ്രണയമൊന്നുമല്ല. പ്രണയം തോന്നുന്ന ഒരു പ്രായമുണ്ട്, ഒരു ടീനിലെ പ്രായം. പ്രണയം എപ്പോ വേണമെങ്കിലും തോന്നാന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ ഏതൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന പ്രണയം അതൊരു മാംസ നിബിദ്ധം മാത്രമാണ്. അവളുടെ മാംസത്തോട് തോന്നുന്ന ഇഷ്ടം മാത്രമാണ്. അല്ലാതെ ഹൃദയത്തിൽ തോന്നുന്ന ബട്ടർഫ്ലൈ എഫക്ട് ആ ടീനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ടീനേജറിന് അല്ലെങ്കിൽ 20s ഏർലി 20s മിഡ് 20s ഉള്ള ഒരു പയ്യന് ഒരു 55 വയസ്സുകാരി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ സ്വത്തോ അവളുടെ മറ്റെന്തെങ്കിലോ കാര്യങ്ങളോ ഒക്കെ മുൻനിർത്തി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന് മറ്റേത് കൂടി, അതായത് വികാര വിക്ഷുബ്ധത കൂടിയിട്ട് ചെയ്യുന്നത്. ഐ മീൻ വികാര വിക്ഷുബ്ധത, മറ്റേത് ഇൻ ദ സെൻസ് വികാര വിക്ഷുബ്ധതയാണ് ഉദ്ദേശിച്ചത്. ആ വികാര വിക്ഷുബ്ധത കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു പേഴ്സണൽ പെർസ്പെക്ടീവ്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ അമ്മയുടെ പ്രായമുള്ള, ഇപ്പൊ എന്റെ ബ്രദർ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ താങ്കളുടെ ബ്രദർ, താങ്കളുടെ അമ്മയുടെ പ്രായമുള്ള ഒരാളെ വീട്ടിൽ അമ്മയുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു കല്യാണം കഴിച്ച്. എന്തൊരു ശുദ്ധ വിഡിത്തരമാണത്, എന്തൊരു അസംബന്ധമാണ്. ഇറ്റ്സ് അബ്സേർഡ് അല്ലേ? ഇൻഡിവിജ്വൽ വ്യക്തിഹത്യ ചെയ്ത് സംസാരിക്കുന്നതിന് പകരം എന്റെ വീട്ടിലുള്ള ആൾക്കാർ എന്തിനാ ശാരീരികത്തില് ഈ കോൺവെർസേഷന്റെ താങ്കളുടെ അനിയനല്ല, എന്റെ അനിയനല്ല, എന്റെ അനിയനെ തന്നെ പറഞ്ഞോളൂ. താങ്കളുടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത്? അവരാരും ഇതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഉള്ളിന്റെ ഉള്ള ഡോക്ടർക്ക് ഇതൊന്നും താല്പര്യമില്ല. ഡോക്ടർ ഒരു പുകമറയാണ്. ശാരിക സ്വയം ഇറിറ്റേറ്റഡ്, മാസ്ക് ഇട്ടാണ് ഇരിക്കുന്നത്. ശാരിക സ്വയം ഇറിറ്റേറ്റഡ് ആവുന്നു. ഡോക്ടർ എന്തിനാ അത് പറയുന്നത്? ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ഡോക്ടർ അനിയനെയോ ഒന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ. ഫോർ എക്സാമ്പിൾ എന്ന് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനെ പറയണ്ട. ഇപ്പൊ ഈ എക്സാമ്പിൾ കാണിക്കാൻ നമുക്ക് കല്ലിനെ മണ്ണിനെ കാണിക്കാൻ പറ്റില്ല. അപ്പുറത്തിരിക്കുന്ന ചെടിയെ വെച്ച് പറയാൻ പറ്റുമോ നമുക്ക്? ഡോക്ടർ എന്താ ഇങ്ങനെ ചൈൽഡിഷ് ആയിട്ട് സംസാരിക്കും? യൂട്യൂബില് ഓൾറെഡി ചാനലുള്ള പ്രായം കൂടി ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടില്ല. ആ വ്ളോഗേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ ആരെയും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പല വ്ളോഗേഴ്സും ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. താങ്കൾ ആ പേര് പറഞ്ഞ സച്ചിൻ തെണ്ടുൽക്കർ അഞ്ജലി ഇല്ല, ഞാൻ പേര് പറഞ്ഞിട്ടില്ല. ആ വ്ളോഗേഴ്സിനെ പറയുമ്പോ അവർക്ക് ഫീൽ ആവില്ലേ ശാരിക? എന്തുകൊണ്ടാണ് ഫീൽ ആവുന്നത്? അവരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് താങ്കൾ കുറച്ച് പറഞ്ഞില്ലേ, പിന്നെ അവർക്ക് ഫീൽ ആവുന്നത്? ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ശാരിക സംസാരിക്കുന്ന രീതിയായിട്ട് ആർക്കാണെങ്കിലും ഫീൽ ആവും. അങ്ങനെ ഒരു മാജിക്കൽ സ്കില്ല് ശാരികയ്ക്ക് ഉണ്ട്. യു ഹാവ് ദി അമേസിംഗ് സ്കിൽ ടു മേക്ക് സമ്മൺ ഫീൽ ബാഡ് ശാരിക. ഞാൻ വളരെ കാമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയുടെയും നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണത്. എന്റെ കുഴപ്പമല്ലത്. ഞാനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കണതും ഗ്യാസ് ലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതും ഇഷ്ടംപോലെ ഗ്യാസ് ലൈറ്റ് വീട്ടിലുണ്ടോ? ഡോക്ടർ ഗ്യാസ് ലൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അല്ല, ശാരികയുടെ കയ്യിലുണ്ടല്ലോ, പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഡോക്ടർക്ക് ദേഷ്യം ഇന്നത്തെ ഇന്റർവ്യൂല് ഡോക്ടർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പല പോയിന്റിലും. പക്ഷെ ഡോക്ടർ ചിരിക്കുന്നു എന്ന് മാത്രം. കഷ്ടം. ഡോക്ടർ ഒന്ന് പുകമറന്നേക്ക് പുറത്ത് ഒന്ന് ദേഷ്യപ്പെടും, ഒന്ന് ഒച്ചയിട്ട് സംസാരിക്കാൻ ജസ്റ്റ് ഇറങ്ങി പോകൂ. ശാരിക എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ വികാരങ്ങളൊക്കെ പുറത്ത് പുകയട്ടെ. എനിക്ക് വീട്ടിൽ നിന്ന് ആരോടെങ്കിലും ഇതൊക്കെ കാണിക്കും.
എന്നെ പ്രകോപിപ്പിക്കാനോ എന്നെ ഷോയിൽ നിന്ന് പുറത്താക്കാനോ പറ്റില്ല. അത് ശാരികയുടെ സ്റ്റൈലാണ്. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോകുന്ന ശാരിക പിണങ്ങി പോയാലേ കാണാനൊരു രസം. പോലെ ഞാൻ തിരിച്ചു വരും, ഞാൻ അങ്ങനെ ദൂരെ ഒന്നും പോകത്തില്ല. പക്ഷെ ഡോക്ടർ അങ്ങനെയല്ല, പോയതാ അല്ലേ ഡോക്ടർ? പിന്നെ എനിക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ഇന്റർവ്യൂർ ആയിട്ട് എന്ന് നിൽക്കാൻ പറ്റുമോ? ഓ അങ്ങനെ ചോദ്യങ്ങൾ വളച്ചൊടിക്കാതിരിക്കൂ, നമ്മളെ പോയിന്റിലേക്ക് വരൂ. സോ അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ പറയാം. ഈ പറയുന്ന പോലെ നമ്മുടെ പ്രായത്തിന് അതൊരു ഡബിൾ ഏജ്. ഞാൻ പറയട്ടെ, ശാരിക പ്രായത്തിന് മൂത്ത കല്യാണം കഴിക്കുന്ന എല്ലാവരോടും പോയിട്ട് പറയൂ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. പോരെ? അല്ല, അത് അവരനുഭവിക്കട്ടെ. ഞാൻ എന്തിനാ പറഞ്ഞത്? ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അവർക്ക് കേൾക്കാം, കൊള്ളാം, തള്ളാം. എന്നാൽ എന്റെ അഭിപ്രായം അതാ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. അതിനൊരു അഭിപ്രായം എന്ന് പറയാൻ പറ്റും. അഭിപ്രായം ഇല്ലാത്ത എപ്പോഴാണ് പറയുന്നത്? ഈ സൈലന്റ് ആയിട്ടിരിക്കുന്നവരും ഈ ഇങ്ങനെയുള്ള ന്യൂട്രൽ വേർഡിങ്സ് പറയുന്നവരൊക്കെ എന്താണെന്നറിയോ? സ്വന്തമായിട്ട് അഭിപ്രായമില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്റെ ഇമേജിൽ എന്തെങ്കിലും കോണ്ടന്നുള്ള ഭയം, ഡോക്ടർക്ക് അന്ത ഭയം. അതാണ് കാര്യം. ദാറ്റ്സ് ദ റീസൺ. You are again being violent. You are being I am not violent. I am so cool. You can see it. ആ കൂൾനെസ് മുകളിൽ കൂടെ ഇങ്ങനെ എയർ ആയിട്ട് കാണും, ആകാശത്തിൽ കൂടെ. ഡോക്ടറുടെ ഹൃദയമാണ് ഇപ്പൊ കത്തുന്നത്. ഡോക്ടർക്ക് പല കാര്യങ്ങളും എതിരഭിപ്രായം ഡോക്ടർക്ക് പറയാം. ഡോക്ടർ ഇമേജിനെ ഡോക്ടർ ഭയക്കുന്നു. എനിക്ക് എന്ത് ഇമേജ്? അതുകൊണ്ടാണ് ഡോക്ടർ ധൈര്യപൂർവ്വം പറയുന്നത്. ഡോക്ടർ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയും. ഡോക്ടർ പറയുന്നില്ല. ഡോക്ടർ രണ്ടു വെള്ളത്തിൽ ചവിട്ടി നിൽക്കുന്നു, മൂക്കുടിച്ച് വീഴും. എന്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. ചില കാര്യങ്ങൾ നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് യെസ് ആൻഡ് നോ എടുക്കുന്നത്? ശാരിക, വേറൊരാൾക്ക് വേണ്ടിയിട്ട് താങ്കളോട് കല്യാണം നടത്തി കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്. താങ്കളോട് ചോദിക്കും. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചെറുപ്പക്കാരായ യുവാക്കൾ ഒരുപാട് മുതിർന്ന, അതായത് ഒരു ഡബിൾ അല്ലെങ്കിൽ ഒരു 20-30 വയസ്സ് ഡിഫറൻസ് ഉള്ള ആൾക്കാർ വിവാഹം കഴിക്കുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ട്. ഹാവ് യു ഫോളൻ ഇൻ ലവ് വിത്ത് സമ്മൺ? നോ. അതാണ് പ്രശ്നം. ഇപ്പൊ എന്റെ പ്രശ്നം, നമ്മൾ ഇതിന്റെ ടോപ്പിക്കിന് വ്യതിചലിക്കുന്നത്. എന്റെ പ്രണയത്തെ കുറിച്ച് പറയാനാണോ? നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം. When people fall in love with someone, അവര് ചിലപ്പോൾ ഏജ് ഒന്നും ഒരു ഫാക്ടർ ആവില്ല. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ ഈ പറയുന്ന ഒരു കേസിൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച്, നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഇതൊക്കെ സക്സസ് ആയി പോയ ചരിത്രം ഉണ്ടോ? നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ ഈ പറയപ്പെടുന്ന പോലെ ഒരു കൊലപാതകം നടന്നു നമ്മുടെ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവൻ ഈ പറയുന്ന 25 വയസ്സേ പ്രായമുള്ളൂ. കല്യാണം കഴിച്ച പെണ്ണിന്റെ പ്രായം 55 വയസ്സാണ്. അവൻ കല്യാണം കഴിച്ചു, ഭയങ്കര പ്രണയം. അവരുടെ ഫസ്റ്റ് മാരേജ് ആയിരുന്നെങ്കിൽ അവര് ഈ പറയുന്ന 55 വിവാഹം കഴിച്ചിട്ടില്ല. അവര് വിചാരിച്ചു, അവര് വെറുതെ മോഹിച്ചു, വ്യാമോഹിച്ചു ഈ പയ്യൻ എന്നോട് അധമ്യമായ പ്രണയമാണെന്ന്. ബട്ട് എന്ത് സംഭവിച്ചു? അവൻ കൊന്നു കളഞ്ഞു അവരെ. അതാണ് ചെയ്തത്. എല്ലാ കേസും എല്ലാ ആളുകളും ഒരേപോലെ ആണോ ശാരിക? മെജോറിറ്റി ആണ്. ഞാൻ ജനറലൈസ് ചെയ്തില്ല. ആൾക്കാർ എന്റെ വർത്തമാനം കേൾക്കുമ്പോൾ ഞാൻ ജനറലൈസിങ്. യു ആർ ജനറലൈസിങ്. നോ, നെവർ. ദിലീപിന്റെ സിനിമ ഉണ്ട്, നോ നെവർ. അതാണ് ഓർമ്മ വരുന്നത് ഇപ്പൊ. ഡോക്ടർ ഇങ്ങനെ ചിരിച്ചോളൂ. ഡോക്ടർ ചിരി കാണുമ്പോൾ അതിനുള്ളിന്റെ ഉള്ളിൽ ദേഷ്യമാണ്. എന്നോട് നൊരഞ്ഞു പൊങ്ങുന്ന ദേഷ്യം എനിക്ക് ആ കണ്ണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ശാരിക, എനിക്ക് ചിരിക്കാൻ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. പിന്നെ ഡോക്ടർ എവിടെ പോയാലും നമുക്കൊരു നിലപാട് വേണം. ഡോക്ടർക്ക് അതില്ല. ഡോക്ടർ ഇവര് സൈക്കോളജിസ്റ്റിനെ പോലെ അല്ല നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പിൽ ബിഹേവ്. ഡോക്ടറായിട്ടിരിക്കും. ഡോക്ടറുടെ പേഴ്സണാലിറ്റി പുറത്ത് വരട്ടെ. ശാരികയുടെ സൈക്കോളജിസ്റ്റിന്റെ കൺസെപ്റ്റും ശരിക്കും സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഞാൻ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ശരിക്കും സൈക്കോളജിസ്റ്റ് ആണോ ഡോക്ടർ? അത് ശാരിക പോയിട്ട് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും. എന്റെ RCA രജിസ്ട്രേഷനും എന്റെ വെബ്സൈറ്റിലും ആർക്കും ചെയ്യാമല്ലോ. RCA രജിസ്ട്രേഷൻ ആർക്കും ചെയ്യാം, ചുമ്മാ ആർക്കും പഠിക്കാം. പക്ഷെ നമുക്കൊരു ടാലന്റ് വേണം. ഫ്രണ്ടിലിരിക്കുന്ന ഒരാളെ ഈ പറയുന്ന പോലെ താങ്കൾ എന്നെ തിരുത്താൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നൊക്കെ കുറച്ച് മുമ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ. മെൽറ്റ് ചെയ്യാനും താങ്കളോട് ഇഷ്ടം തോന്നാനും അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ കേൾക്കാനും ഒരു മനസ്സൊക്കെ ആൾക്കാർക്ക് ഉണ്ടാക്കണമെങ്കിൽ ടാലന്റ്, ഇൻബോൺ ടാലൻസ് വേണം. ഞാൻ പറയുന്ന ശ്രദ്ധിക്കാൻ എന്റെ ലൈഫിൽ അത് ശ്രദ്ധിക്കണം. അതാണ് ഡോക്ടറുടെ ഒരു കഴിവെന്ന് പറയുന്നത്. വീണ് പോകണം ഡോക്ടറില്. ശാരിക പേഷ്യന്റ് ആകാനോ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാനോ ഒക്കെ എനിക്ക് തോന്നണം. ഇതുവരെ വന്നിട്ടുള്ള ഒരു ഗസ്റ്റിന് പോലും ശാരികയുടെ തലയിൽ സെൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എനിക്കും പറ്റുന്നില്ല. എനിക്ക് സെൻസ് ഉണ്ടോ? സെൻസ് എന്താണ്? സെൻസ് എന്താണെന്നാണ് ഡോക്ടർ വിചാരം? സെൻസ് എന്താണ്? സെൻസിബിലിറ്റി എന്താണ്? സെൻസ് ഓഫ് ഹ്യൂമർ എന്താണെന്നൊക്കെ പറഞ്ഞോളൂ. ശാരിക അങ്ങനെ ഇരുന്ന് പറഞ്ഞോളൂ. ആയിക്കോട്ടെ. എന്തായാലും ഈ ഒരു സബ്ജക്റ്റിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിന് സംസ്കാരത്തിനൊക്കെ എതിരായിട്ടുള്ള ഒരു സംഭവത്തെക്കാൾ കൂടുതൽ ഈ ഏജ് ഡിഫറൻസ് എല്ലായ്പ്പോഴും ഇമോഷണലി ഭയങ്കര ഫെയിലിയർ ആക്കുന്നുണ്ട് ആൾക്കാർ. ആ ഒരു മാരേജ് വളരെ അപൂർവം മാത്രമാണ് ടിൽ ദ എൻഡ് ഓഫ്. ഇപ്പോൾ വേണമെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, അഞ്ജലിയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ അയാൾക്ക് മാത്രമാണ് ഈ പറയുന്നത് നമ്മുടെ ഒരു മുമ്പിൽ ഏറ്റവും ഭയങ്കര ഏജ് ഡിഫറൻസിലുള്ള ആൾക്കാരെ മുന്നോട്ട് പോകുന്നു. ബാക്കി മിക്ക ഒരു കേസുകളിലും പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ പ്രായമുള്ളവരെ നമ്മുടെ മക്കളുടെ പ്രായമുള്ളവരുമായിട്ട് വിവാഹം കഴിക്കുമ്പോൾ ആ ഏജ് ഡിഫറൻസ് അവരെ ഇമോഷണലി വല്ലാതെ കുറച്ച് പോകെ അത് വല്ലാതെ ആ ഒരു മാരീഡ് ലൈഫ് ഫെയിലിയർ ആക്കുന്നുണ്ടെന്നാണ് നമ്മുടെ വാർത്തകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കേസിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പ്രായം കൂടുതലുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും പ്രായം കുറഞ്ഞുള്ള ഒരാളെ കല്യാണം കഴിച്ചാലും ഏത് രീതിയിൽ കല്യാണം കഴിച്ചാലും കല്യാണങ്ങൾ ഇപ്പോൾ ലവ് മാരേജസ് മാത്രമേ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ, അറേഞ്ച് മാരേജസ് മാത്രമേ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു സിറ്റുവേഷൻ. ഇപ്പോൾ എല്ലാം അനുസരിച്ച് അച്ഛനമ്മമാർ പറയണത് മാത്രം കേട്ട് കല്യാണം കഴിച്ച കുട്ടികളുടെ ജീവിതം ഓക്കെ അല്ല. ഈ പറയുന്നത് പോലെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു ദിവസം ഇറങ്ങിപ്പോകുന്ന അങ്ങനെയുള്ള കുട്ടികളുടെ ഇത് മാരേജ് എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അത് മിക്ക സിറ്റുവേഷൻസിലും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാനിവിടെ
ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഡിസിഷനിൽ നമുക്ക് അഭിപ്രായം പറയണതിന് ചില പരിധിയുള്ള ഓഫ് ഗാർഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, എന്ത് തന്നെയായാലും നമിച്ചിരിക്കുന്നു.